ഇന്ത്യയിലെ മൊബൈൽ ഉപയോക്താക്കൾക്ക് പ്രതീക്ഷ പകരുന്ന നടപടികളുമായി സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം കമ്പനിയായ BSNL രംഗത്ത്. ഇന്ത്യയിലെ ടെലികോം കമ്പനികളിൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ മികച്ച ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന പ്രീപെയ്ഡ് പ്ലാനുകൾ നൽകുന്നത് BSNL ആണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരടക്കം നിരവധി പേർ BSNL വരിക്കാരായി തുടരുന്നു. എങ്കിലും ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം മൊബൈൽ ടെലികോം ഉപയോക്താക്കളും ഇപ്പോഴും ആശ്രയിക്കുന്നത് സ്വകാര്യ ടെലികോം കമ്പനികളായ ജിയോ, എയർടെൽ, വോഡഫോൺ ഐഡിയ എന്നിവയാണ്. അതിന് കാരണം 4G സേവനങ്ങൾ കാര്യമായി അവതരിപ്പിക്കാൻ BSNLന് കഴിഞ്ഞിട്ടില്ല എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വീഡിയോയുടെ സൂപ്പർ ഫാസ്റ്റ് കണക്ടിവിറ്റി ആസ്വദിക്കാൻ തയ്യാറെടുക്കാൻ BSNL ഇന്ത്യയിലെ ഉപയോക്താക്കളോട് ആവശ്യപ്പെടുന്നു. BSNL നെറ്റ്വർക്ക് ഉപയോഗിച്ച് വീഡിയോ കോൾ നടത്തുന്ന ഒരാളെയും വീഡിയോയിൽ കാണാം. BSNLന്റെ ദേശീയ ട്വിറ്റർ അക്കൗണ്ടിലും കേരളം അടക്കമുള്ള വിവിധ ടെലികോം സർക്കിളുകളുടെ ട്വിറ്റർ അക്കൗണ്ടുകളിലും ഈ വീഡിയോ കാണാം. ഇഴഞ്ഞിഴഞ്ഞും വട്ടം കറങ്ങിയും ഒക്കെ നിന്നിരുന്ന കാലത്തിൽ നിന്ന് സൂപ്പർ ഫാസ്റ്റ് കണക്ടിവിറ്റിയോടെ കുതിക്കാൻ BSNL നെറ്റ്വർക്ക് സേവനങ്ങൾ തയ്യാറെടുക്കുന്നു. അധികം വൈകാതെ തങ്ങൾ 4G വ്യാപനം പൂർത്തിയാക്കുമെന്നും വരിക്കാർ മറ്റു കമ്പനികളെ തേടി പോകേണ്ടതില്ല എന്നും ഈ വീഡിയോയിലൂടെ BSNL പറയാതെ പറയുന്നു. രാജ്യത്തെ എല്ലാ ടെലികോം സർക്കിളുകളിലുമായി 1,00,000 സൈറ്റുകളിൽ 4G അവതരിപ്പിക്കാൻ BSNL തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം 25,000-ലധികം ടവറുകളിൽ തദ്ദേശീയമായി വികസിപ്പിച്ച 4G ടെക്നോളജി അവതരിപ്പിക്കാൻ BSNLന് സാധിച്ചു. അതിന്റെ ഉണർവ് BSNLിൽ കാണാനുമുണ്ട്. കാരണം പുതുതായി ആളുകൾ BSNLിലേക്ക് എത്താൻ ഇപ്പോൾ നടക്കുന്ന 4G വ്യാപനവും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സ്വകാര്യ ടെലികോം കമ്പനികൾ അടുത്തിടെ നിരക്ക് വർധന നടപ്പാക്കിയത് മുതൽ BSNLിലേക്ക് ആളുകൾ എത്തുന്നുണ്ട്. സ്വകാര്യ കമ്പനികളുടെ നിരക്കുകൾ താങ്ങാൻ കഴിയാത്തവരാണ് നിരക്ക് വർധനയിൽ പ്രതിഷേധിച്ച് BSNLിലേക്ക് എത്തിയത്. എന്നാൽ BSNLിലേക്ക് മാറണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും നെറ്റ്വർക്ക് വേഗത കുറവാണ് എന്ന ആശങ്കയാൽ എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ചില ആളുകളുമുണ്ട്. അത്തരം ആളുകളുടെ ആശങ്കകൾ പരിഹരിക്കാനും അവരെ BSNLിലേക്ക് ആകർഷിക്കാനും വീഡിയോയിലൂടെ BSNL ലക്ഷ്യമിടുന്നു. പോകണോ വേണ്ടയോ എന്ന് ആടി നിൽക്കുന്നവരെ BSNLിലേക്ക് എത്തിക്കാൻ 4G വളരെ വലിയ പങ്ക് വഹിക്കും. ഇപ്പോൾ മൊത്തത്തിൽ ഇന്ത്യയിലാകെ BSNLിന് അനുകൂലമായ അന്തരീക്ഷമാണുള്ളത്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ആന്ധ്രയിൽ ലക്ഷക്കണക്കിന് പേർ BSNLിൽ വരിക്കാരായി. ഇപ്പോൾ രാജസ്ഥാനിലെ കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസത്തിനിടെ ഏതാണ്ട് 6 ലക്ഷത്തിലധികം വരിക്കാർ പോർട്ട് ചെയ്തോ പുതിയ കണക്ഷനിലൂടെയോ BSNL വരിക്കാരായി എന്ന് രാജസ്ഥാൻ BSNL സർക്കിൾ ട്വിറ്ററിലൂടെ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലടക്കം ഇത്തരത്തിൽ ആളുകൾ BSNLിലേക്ക് എത്തി തുടങ്ങിയിട്ടുമുണ്ട്. അധികം വൈകാതെ മുംബൈയിലും ഡൽഹിയിലും BSNL 4G സമ്പൂർണ്ണാധിപത്യം സ്ഥാപിക്കും. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ മുംബൈയും ഡൽഹിയും BSNLിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ല വരുന്നത്. അവിടെ മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ് ആണ് സർക്കാർ തലത്തിൽ ടെലികോം സേവനങ്ങൾ നൽകുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി കടുത്ത പ്രതിസന്ധി നേരിടുന്ന MTNLിനായി 4G വ്യാപനമടക്കം സകല പ്രവർത്തനങ്ങളും ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് BSNL ആണ്. ഭാവിയിൽ പ്രവർത്തനങ്ങൾ മാത്രമല്ല MTNLിന്റെ എല്ലാ ബിസിനസ്സുകളും BSNL ഏറ്റെടുക്കുകയും ചെയ്യും. ഇരു സ്ഥാപനങ്ങളും തമ്മിൽ ലയിപ്പിക്കാൻ ചില നീക്കങ്ങൾ നടന്നിരുന്നു. എങ്കിലും ഇപ്പോൾ പ്രത്യക്ഷത്തിൽ അത്തരം നീക്കങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ്.